ഹലോ ഗൈസ്, നമുക്ക് നമ്മുടെ റേറ്റ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു മെത്തേഡ് നോക്കിയാലോ. നമ്മൾ പ്ലസ് ടു കെമിസ്ട്രിയിലെ കെമിക്കൽ കൈൻഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് സീറോ ഓർഡറിന്റെ റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് എഴുതാൻ പറയും, ഫസ്റ്റ് ഓർഡറിന്റെ റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ് എഴുതാൻ പറയും, സെക്കൻഡ് ഓർഡറിന്റെ റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ് എഴുതാൻ പറയാം. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ഐഡിയ നോക്കിയാലോ. ഞാനിവിടെ ആദ്യം തന്നെ ഹൈപ്പോത്തറ്റിക്കൽ ഒരു കണ്ടീഷൻ എടുത്തിട്ടുണ്ട്. ആർ ഇസ് ഈക്വൽ ടു കെ കോൺസെൻട്രേഷൻ ഓഫ് എ. ഇതെന്താണ് നമ്മുടെ റേറ്റ് ലോ ആണ്. റേറ്റ് ലോയുടെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഞാനിപ്പോൾ എ എന്ന് പറയുന്ന ഒരു റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ വെച്ച് ഞാൻ എന്ത് എഴുതുന്നു, ഒരു റേറ്റ് കോൺസ്റ്റന്റ്, ഒരു റേറ്റ് ലോയുടെ ഒരു എക്സ്പ്രഷൻ എഴുതിയിട്ടുണ്ട്. ഇവിടെ ആർ സ്റ്റാൻഡ്സ് ഫോർ എന്താണ്, റേറ്റ് ഓഫ് ദി റിയാക്ഷൻ, കെ ഫോർ റേറ്റ് കോൺസ്റ്റന്റ്, എ എന്തോ ഒരു റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ. ഇവിടെ നമുക്കിപ്പോൾ സീറോ ഓർഡർ ആണെങ്കിൽ എനിക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ആർ ഇസ് ഈക്വൽ ടു കെ എ റൈസ് ടു സീറോ എന്ന് പറഞ്ഞു കൊടുത്തു. സീറോ ഓർഡർ അല്ല, അപ്പോൾ നമുക്ക് എന്ത് വരും, പവർ സീറോ എന്ന് വരും. അപ്പം ഞാൻ ഇതിൽ നിന്ന് എനിക്ക് കെയുടെ യൂണിറ്റ് ആണ് എന്ത് ചെയ്യാനുള്ളത്, എനിക്ക് കണ്ടുപിടിക്കേണ്ടത് കെ ഇസ് ഈക്വൽ ടു ആർ ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ എന്ന് കിട്ടും. ഇവിടെ നമുക്ക് എന്തോ, നമുക്ക് റേറ്റിന്റെ യൂണിറ്റ് എഴുതുക, മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും അല്ലേ. എന്താണ് മോൾ പെർ ലിറ്റർ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ പെർ ടൈം, ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ പെർ ടൈം ആണ് നമുക്ക് ബേസിക്കലി എന്ത് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ പെർ ടൈം, റേറ്റിന്റെ യൂണിറ്റ് ആയി. ഇവിടെ താഴെ എന്തുവാ, ഒരു റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ, അപ്പോൾ കോൺസെൻട്രേഷന്റെ യൂണിറ്റ് അപ്പോൾ എന്തോ മോൾ പെർ ലിറ്റർ എന്ന് കിട്ടും. ഇവിടെ നമുക്ക് എന്തുവാ, സീറോ ഓർഡർ ആണ്, ഇവിടെ മുകളിൽ ഒരു സീറോ വരും. അപ്പോൾ നമുക്ക് ഇവിടെ എന്തായിട്ട് വരും, റൈസ് ടു സീറോ എന്ന് വരും. എനിത്തിങ് റൈസ് ടു സീറോ നമുക്ക് എന്തെന്ന് എഴുതാം, 1 എന്ന് എഴുതാം അല്ലേ. നമുക്ക് എ റൈസ് ടു സീറോ ഇസ് 1. അപ്പോൾ നമുക്ക് ഇവിടെ ബാക്കി എന്ത് കിട്ടും, മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട്. ഇതാണ് എന്ത് സീറോ ഓർഡറിന്റെ റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ്. ഇനി ഇതേപോലെ ഫസ്റ്റ് ഓർഡർ ആണെങ്കിലോ എനിക്ക് എന്ത് എഴുതാം, ആർ ഇസ് ഈക്വൽ ടു കെ എ റൈസ് ടു 1 എന്ന് എഴുതാം. അപ്പം എനിക്ക് ഇവിടെ കെ ഇസ് ഈക്വൽ ടു ആർ ബൈ എ റൈസ് ടു 1 എന്ന് എഴുതാം. അപ്പം എനിക്ക് അവസാനം എന്ത് കിട്ടും, ഇവിടെ റേറ്റിന്റെ യൂണിറ്റ് മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ്, താഴെ കോൺസെൻട്രേഷന്റെ യൂണിറ്റ് റൈസ് ടു പവർ 1 ആണ്. അപ്പം എനിക്ക് എന്ത് കിട്ടും, മോൾ പെർ ലിറ്റർ എന്ന് കിട്ടും. അപ്പം എനിക്ക് ഈ മോൾ കട്ട് ചെയ്യാം, ഈ പെർ ലിറ്റർ കട്ട് ചെയ്യാം. എനിക്ക് അവസാനം എന്ത് കിട്ടും, സെക്കൻഡ് ഇൻവേഴ്സ് എന്നുള്ളത് മാത്രം കിട്ടും. ഇതാണ് എന്ത് ഫസ്റ്റ് ഓർഡറിന്റെ റേറ്റ് കോൺസ്റ്റന്റ് എന്ത് യൂണിറ്റ് ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ഓർഡർ ആണെങ്കിലോ ഞാനിപ്പോൾ എഴുതുന്ന ആർ ഇസ് ഈക്വൽ ടു കെ എ റൈസ് ടു 2 അല്ലെങ്കിൽ സ്ക്വയർ. അപ്പം നമുക്കിവിടെ ബാക്കി എന്ത്, കെ ഇസ് ഈക്വൽ ടു ആർ ബൈ എ സ്ക്വയർ എന്ന് കിട്ടും. റേറ്റിന്റെ യൂണിറ്റ് എന്തോ മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. താഴെ നമുക്ക് എന്തോ കോൺസെൻട്രേഷന്റെ യൂണിറ്റ് ആണ്, അതിന്റെ സ്ക്വയർ ഉണ്ട്, മോൾ പെർ ലിറ്റർ അതിന്റെ സ്ക്വയർ. അപ്പം എനിക്ക് എന്ത് കിട്ടും അവസാനം, മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് ഡിവൈഡ് ബൈ മോൾ സ്ക്വയർ എന്ന് വരും, ലിറ്റർ ഇൻവേഴ്സ് സ്ക്വയർ എന്ന് വരും. അപ്പം എനിക്ക് ഈ മോളും ഇതിൻ്റെ ഒരു മോളും നമുക്ക് ഇവിടെ കട്ട് ചെയ്യാം. പെർ ലിറ്റർ ഇവിടെ നമുക്ക് ഇത് കട്ട് ചെയ്താൽ -1 എന്ന് ബാക്കി വരും. അപ്പം എനിക്ക് എന്ത് കിട്ടും, ഈ മോളിൽ പോകുമ്പോൾ മോൾ ഇൻവേഴ്സ് ആവും, ലിറ്റർ ഇൻവേഴ്സ് മോളിൽ പോകുമ്പോൾ ലിറ്റർ ആവും, സെക്കൻഡ് ഇൻവേഴ്സ് അതേപോലെ തന്നെ കിടക്കും. മോൾ ഇൻവേഴ്സ് ലിറ്റർ സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, ഫൈനലൈസ്ഡ് ആയിട്ടുള്ള ഒരു ആൻസർ എനിക്ക് സെക്കൻഡ് ഓർഡർ ആണ് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങനെ നമുക്ക് ഇത് ഈസിലി കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ട, കാണാതെ പഠിക്കേണ്ട. അപ്പോൾ ഈ മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾ മുന്നിൽ എത്തുന്നവരെ ഇറ്റ്സ് മീ രേഖൻ സൈനിങ് ഓഫ്, ആൻഡ് യു ആർ വാച്ചിങ് റീച്ച് ലേണിംഗ് ഇറ്റ്സ്. ആൻഡ് അത് മാത്രമല്ല, ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ശരി.